മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഭക്തരെ, ഈ ലോകത്തിൽ രണ്ടു തരം സ്നേഹമുണ്ട്. ആത്മാർത്ഥമായ സ്നേഹവും അഭിനയിക്കുന്ന സ്നേഹവും. ഒരു ജന്മം അവസാനിക്കുമ്പോഴേക്കും ഇവ രണ്ടിലൂടെയും കടന്നു പോകുന്നവരായിരിക്കും ഭൂരിഭാഗം മനുഷ്യരും. ഒന്നിലും അഹങ്കരിക്കാതിരിക്കുക. കാരണം നിങ്ങളുടെ കൂടെയുള്ള നിഴൽ പോലും വെളിച്ചത്തിൻ്റെ ഔദാര്യമാണ്. അകന്നിരുന്നാലും കാണാൻ കഴിയുന്നത് മനസ്സ് മാത്രമാണ്. അടുത്തിരുന്നാലും പലരും കാണാതെ പോകുന്നതും മനസ്സ് തന്നെയാണ്. ഭക്തരെ, ചെറിയ ചില തെറ്റിദ്ധാരണകളും പിണക്കങ്ങളും കൊണ്ട് നല്ല ബന്ധങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറരുത്. എല്ലാം തികഞ്ഞവരായി ആരുമില്ല. കുറ്റങ്ങളും കുറവുകളും പൊറുക്കാൻ കഴിയുന്നിടത്തെ നല്ല സ്നേഹബന്ധങ്ങൾ ഉണ്ടാവുകയുള്ളൂ. ഒരാളിലേക്ക് മാത്രം ലോകം ചുരുങ്ങിയവർക്ക് വേദനകൾ കൂടുതലായിരിക്കും. പറയുന്നവർക്കോ പറയുന്ന വാക്കിനോ അറിയില്ല അത് കേൾക്കുന്ന വ്യക്തിക്ക് എത്രമാത്രം നോവുന്നുണ്ടെന്ന്. നിങ്ങൾ എത്ര ദരിദ്രനാണെങ്കിലും സ്നേഹമുള്ള ഒരു കുടുംബം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാമുണ്ട്. കേൾക്കുന്നതെല്ലാം വിശ്വസിക്കരുത്. ഒരു കഥയ്ക്ക് എപ്പോഴും 3 വശങ്ങളുണ്ട്. നിങ്ങളുടേതും അവരുടേതും സത്യവും. സ്നേഹിക്കുന്നവരുടെ മൗനത്തിന് ഒരുപക്ഷെ മറ്റെന്തിനേക്കാളും നിങ്ങളെ വേദനിപ്പിക്കാനുള്ള കഴിവുണ്ടായിരിക്കും. ഭക്തരെ, മറ്റുള്ളവർക്ക് വേണ്ടി നിങ്ങൾ മാറാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ ഇഷ്ടങ്ങളും സ്വപ്നങ്ങളും ഓർമ്മയാകാൻ തുടങ്ങുന്നു. ആത്മാർത്ഥമായ സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം സ്നേഹിച്ചവർക്കു വേണ്ടി തോറ്റുകൊടുക്കുന്നവരാണ്. അങ്ങനെ തോറ്റുപോയവരിൽ പലരും വീണ്ടും വീണ്ടും തോറ്റുകൊടുത്തുകൊണ്ടേയിരിക്കുന്നു. അകലം ഒരിക്കലും സ്നേഹബന്ധങ്ങളിൽ വിള്ളൽ വീഴ്ത്തുന്നില്ല. സ്നേഹബന്ധങ്ങളിൽ വിള്ളൽ വീഴ്ത്തുന്നത് വിശ്വാസക്കുറവും സംശയവുമാണ്. ഭക്തരെ, നിങ്ങൾ ഏറ്റവും കൂടുതൽ ആത്മാർത്ഥത കാട്ടുന്ന ഇടങ്ങളിൽ നിന്നു തന്നെയാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അവഗണനയും ലഭിക്കുന്നത്. ഭക്തരെ, നിങ്ങളോട് ഒരാൾക്ക് സ്നേഹം ഉണ്ടായിരുന്നു എന്നറിയാൻ ചിലപ്പോൾ വർഷങ്ങൾ വേണ്ടിവരും. പക്ഷേ ഒരാൾക്ക് നിങ്ങളോടുള്ള സ്നേഹം കുറയുന്നുണ്ടെന്ന് മനസ്സിലാക്കാൻ ഒരു നിമിഷം പോലും വേണ്ട. നിങ്ങളെ 2 തവണയിൽ കൂടുതൽ നിരാശപ്പെടുത്തിയ ഒരു വ്യക്തിയെ ഒരിക്കലും വിശ്വസിക്കാതിരിക്കുക. ഒന്നാമത്തെ തവണ അതൊരു മുന്നറിയിപ്പായിരുന്നു. 2ാം തവണ അതൊരു പാഠവും. ഭക്തരെ, നിങ്ങളുടെ വികാരങ്ങളെ നിങ്ങൾ നിയന്ത്രിക്കുന്നില്ലെങ്കിൽ അത് നിങ്ങൾക്കെതിരെ പ്രവർത്തിക്കാൻ തുടങ്ങും. നിങ്ങളുടെ വികാരങ്ങളെക്കാൾ ശക്തമാകാൻ നിങ്ങളുടെ മനസ്സിനെ പരിശീലിപ്പിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ഓരോ തവണയും തോൽക്കേണ്ടി വരും. എല്ലാ സങ്കടങ്ങളും പറഞ്ഞു തീർക്കരുത്. ചിലത് മനസ്സിൽ തന്നെ വയ്ക്കണം. എന്നാലേ ജീവിക്കാൻ ഒരു വാശിയുണ്ടാകൂ. എത്തിച്ചേരാൻ കഴിയാതെ തോറ്റുപോകുമെന്ന് ലോകം വിളിച്ചു പറഞ്ഞാലും എത്തുമെന്ന് ഉറപ്പിച്ച് ചില ദൂരങ്ങളിലേക്ക് തളരാതെ നടന്നുപോയി ലക്ഷ്യത്തിലെത്തി തിരിഞ്ഞു നിന്ന് ലോകത്തെ നോക്കി പുഞ്ചിരിച്ചവരുടെ വാശിയുടെ പേരാണ് ആത്മവിശ്വാസം. മറ്റുള്ളവർക്ക് വേണ്ടി ജീവിതം ഹോമിക്കേണ്ടി വന്ന ചിലരുണ്ട്. പക്ഷേ എന്തൊക്കെ ചെയ്താലും കുറ്റപ്പെടുത്തലുകൾ മാത്രമായിരിക്കും ഇവർക്ക് ആത്യന്തികമായി ലഭിക്കുക. ചില ആളുകൾ നിങ്ങളുടെ മുന്നിലെത്തുന്നത് നിങ്ങൾക്കൊരു അനുഗ്രഹമായിരിക്കും. എന്നാൽ ചിലർ നിങ്ങൾക്കൊരു പാഠമായിരിക്കും. സഹിക്കാൻ പറ്റില്ലെന്ന് കരുതുന്നതെന്തും സഹിക്കാൻ പഠിപ്പിക്കുന്ന ഒന്നേയുള്ളൂ. അതാണ് സാഹചര്യം. ഒരു വ്യക്തിയുടെ ഏറ്റവും വലിയ ഗുണം പണമോ വിദ്യാഭ്യാസമോ വായനാശീലമോ ലോകം ചുറ്റിയ പരിചയമോ അല്ല. മറ്റൊരാളുടെ മനസ്സിനെ വേദനിപ്പിക്കാത്ത വിധം സംസാരിക്കാനും പെരുമാറാനും കഴിയുന്നതാണ്. ഭക്തരെല്ലാം സന്തോഷത്തോടു കൂടിയിരിക്കുക. മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഓം നമഃ ശിവായ.